അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് കേൾവി ശക്തി എന്നുള്ളത്. കാതുകളുള്ളത് കൊണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല. കേൾക്കാനുള്ള ഖുദ്റത്ത്, അതിനുള്ള തൗഫീഖ്, ആ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിയുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ നമുക്ക് കേട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി കേൾക്കാൻ തന്നെ കഴിവുള്ള ആളുകൾക്ക് തന്നെ കേട്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ പരിചയമില്ലാത്തൊരു ഭാഷ നമ്മൾ കേൾക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. ഇപ്പം മനുഷ്യൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു നിഅമത്തായിട്ടാണ് കേട്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും അറിയുമായിരുന്നില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അവൻ നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയവുമെല്ലാം നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. സൂറത്തുൻ നഹലിൻ്റെ 78-ാമത്തെ ആയത്താണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 78-ാമത്തെ ആയത്തിൽ കാണാം, വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അവനാകുന്നു നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയവുമെല്ലാം ഉണ്ടാക്കി തന്നത്. ഖലീലമ്മാ തഷ്കുറൂൻ, എന്നാൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. അല്ലാഹു തആല നൽകിയ കേൾവി എന്ന അനുഗ്രഹം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് നന്ദി കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മോട് കൽപ്പിക്കുന്ന വിഷയമാണ് നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്, ചീത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ളതും. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു തആല ഈ വിഷയം നമ്മോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, വഅന അഖ്തർതുക, മൂസ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമി ലിമാ യൂഹാ, നിനക്ക് ഞാൻ വഹയായി അറിയിക്കുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നനി അനല്ലാ, ഞാനാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാത്ത ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, നീ എന്നെ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നാണ്. അല്ലാഹുവിൻ്റെ വഹ്യ് അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമി ലിമാ യൂഹാ, നിനക്ക് വഹ്യായി നൽകപ്പെടുന്നത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹ്യാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഉത്ബോധനങ്ങളും മറ്റുമെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൻ്റെ 73-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വുരിബ മസലുൻ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം.
ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വലവിജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും അവർക്കത് സാധ്യമല്ല. വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരികെ കൊണ്ടുവരാനും ഇവർക്ക് സാധ്യമല്ല. ളഅഫ ത്വാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവരുമെല്ലാം ദുർബലരാകുന്നു എന്നാണ്. ഇവിടെ അല്ലാഹു തആല തുടക്കത്തിൽ പറഞ്ഞത് ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുക. ഫബശ്ശിർ ഇബാദ്, നബിയെ എൻ്റെ ദാസന്മാർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാ, അവർക്കാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗമുള്ളത്. വഉലൈകഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അപ്പം അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം ലഭിക്കണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ തയ്യാറാകണം. ബുദ്ധിമാന്മാരുടെ ലക്ഷണം ഇസ്ലാമികമായ ഉത്ബോധനങ്ങൾ നടത്തപ്പെടുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലെ ഖുതുബ, ആ സന്ദർഭത്തിൽ ശ്രോതാക്കൾ, പള്ളിയിൽ ഹാജരായ ഖതീബല്ലാത്ത മുഴുവൻ ആളുകളുടെയും ഡ്യൂട്ടി ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്, സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖതീബിൻ്റെ ഡ്യൂട്ടി സംസാരിക്കുക എന്നതാണെങ്കിൽ ശ്രോതാക്കളുടെ ഡ്യൂട്ടി മറ്റെല്ലാ ശുഅലുകളിൽ നിന്നും മാറി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങൾ സ്വഹാബിമാർ കേൾക്കുന്ന സന്ദർഭത്തിൽ തലയിൽ ഒരു പക്ഷി ഇരിക്കുമ്പോൾ അത് പാറാതിരിക്കാൻ എത്രത്തോളം ജാഗ്രത പുലർത്തുമോ അതുപോലെ നിശബ്ദരായി സാഗൂതം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ശ്രവിച്ചവരായിരുന്നു സ്വഹാബിമാർ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഓതിക്കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ കേൾക്കുകയും അത് ആവർത്തിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വഹാബിമാർ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത് കേട്ടുകൊണ്ടാണ്. എഴുത്തറിയുന്ന സ്വഹാബിമാർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തും വായനയും അറിയുന്നവർ വളരെ വിരളം മാത്രമായിരുന്നു. അവരൊക്കെ കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഒരു ഭാഷ സ്വായത്തമാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം കേൾവിയാണെന്ന് നമുക്കറിയാം. വീട്ടിലെ കുട്ടികൾ സംസാരിക്കുന്നത് മുതിർന്നവരുടെ സംസാരം കേട്ടുകൊണ്ടാണ്. നമ്മൾ നല്ലത് സംസാരിച്ചാൽ അവർ നല്ലത് കേൾക്കും. നമ്മുടെ മക്കൾ എന്ത് കേൾക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിശാചിന്റെ ശബ്ദമായ സംഗീതമാണ് അവർ കേൾക്കുന്നത്, അല്ല അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനാണ് അവർ കേൾക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അശ്ലീല സംസാരങ്ങൾ മക്കൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ അവർക്ക് കിട്ടിയതായിരിക്കും അത്. അപ്പം നല്ലത് കേൾപ്പിക്കുകയും നല്ലത് കേൾക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. സൂറത്തുൽ അറാഫിലെ 204 ആയത്താണ്. ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ആ ഇമാം സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ മഅമൂം ചെയ്യേണ്ടതെന്താ? അതിൻ്റെ കൂടെ ഓതുക എന്നുള്ളതല്ല, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിൽ കേൾക്കാനുള്ള ആഹ്വാനങ്ങൾ ഇതുപോലെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഒരു വിഭാഗം ജിന്നുകൾ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. നബിയെ പറയുക, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ
വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു. യഹ്ദി ഇലർ റുഷ്ദി ഫആമന്നാ ബി, ആ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതാകുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ ഇനി അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. കണ്ടോ, ഖുർആൻ കേട്ടപ്പോൾ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ആളുകൾ മാറി. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേൾപ്പിക്കുമ്പോൾ, അതിന്റെ ആശയം നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ലഭിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ അവരതിൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരും. നമ്മൾ കേൾക്കുമ്പോൾ പല ഹറാമുകളുടെയും ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ മാറും. നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള താല്പര്യമുണ്ടാകും. ഉത്ബോധനങ്ങൾ നിരന്തരമായി കേൾക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ പരിവർത്തനമുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ സംസ്കരിച്ചെടുത്തത് എങ്ങനെയാണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊടുത്തു, അവരെ സംസ്കരിച്ചെടുത്തു, വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണവും ഉത്ബോധനവും കേട്ടാൽ ജനങ്ങൾക്ക് പരിവർത്തനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി, അവിടെ നിങ്ങൾ ബഹളമുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. സൂറത്ത് ഫുസ്സിലത്തിന്റെ 26-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നു, ഖുർആൻ കേൾക്കുക, റഹ്മത്ത് ലഭിക്കും. നിഷേധികൾ പറയുന്നത് കേൾക്കാൻ പാടില്ല, അവിടെ ബഹളമുണ്ടാക്കണം. കാരണം അവർക്ക് വരെ അറിയാം ഖുർആൻ ആളുകൾ കേട്ടാൽ ആളുകൾ നല്ല മാർഗത്തിലേക്ക് വരും, ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കടന്നു വരുമെന്നുള്ളത്. ഏത് കാലഘട്ടത്തിലും നിഷേധികളുടെ സ്വഭാവമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തിയ സന്ദർഭത്തിൽ ആ ജനങ്ങൾ എന്താ ചെയ്തത്? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ വിരലുകൾ അവർ കാതുകളിൽ തിരുകി. അല്ലാഹു തആല പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞ പരാതി, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, റബ്ബേ ഞാൻ എൻ്റെ സമൂഹത്തെ രാവും പകലും ഈ ഒരു മാർഗത്തിലേക്ക് വിളിച്ചു, അള്ളാഹുവിലേക്ക് വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, എൻ്റെ വിളിയുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസ്വാബിയഹും ഫി ആദാനിഹിം, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം അവർ അവരുടെ വിരലുകൾ കാതുകളിലേക്ക് തിരുകി. വസ്തഅശൗ സിയാബഹും, അവർ വസ്ത്രം കൊണ്ട് മൂടി. വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവർ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയും വലിയ തോതിൽ അഹന്ത നടിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൻ്റെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ നമ്മോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളുടെ രീതി കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ കേൾക്കുക, അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുക, ഹദീസിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക. എല്ലാം കേൾക്കുകയല്ല. നമുക്ക് എല്ലാം വായിക്കാൻ പാടില്ല, എല്ലാം കാണാൻ പാടില്ല, എല്ലാം ഭക്ഷിക്കാൻ പാടില്ല, എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ പാടില്ല, എല്ലാ രൂപത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് എല്ലാം കേൾക്കാൻ പാടില്ല എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ കാതിന് പരിധിയുണ്ട്. നമ്മുടെ കാതുകൊണ്ട് ഒരിക്കലും കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട്. ചെറിയ ശബ്ദങ്ങളുമുണ്ട്, വലിയ ശബ്ദങ്ങളുമുണ്ട്. ഭൗതികമായി നോക്കുമ്പോൾ നമ്മുടെ കാതിന് പരിധിയുള്ളത് പോലെ തന്നെ ധാർമ്മികമായും നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പരദൂഷണത്തിന് കാതോർക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അശ്ലീല കാര്യങ്ങൾ കേൾക്കുന്നൊരവസ്ഥ, പിശാചിന്റെ ശബ്ദമായ സംഗീതം കേൾക്കുന്നൊരവസ്ഥ, ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് കാതോർക്കുന്ന അവസ്ഥ. അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. നല്ല ശ്രോതാക്കളാവുക, നല്ല കാര്യങ്ങൾ കേൾക്കുന്നവരാവുക. അല്ലാഹു തആല നമ്മെ
അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ, തീർച്ചയായും അതിൽ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. സൂറത്തു ഖാഫിൻ്റെ 37-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിൽ, അഥവാ മുൻഗാമികളായ ആളുകളെ ശിക്ഷിച്ച വിഷയത്തിൽ ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, നല്ല ഹൃദയമുള്ള ആളുകൾക്ക്. ഔ അൽഖ സമഅ വഹുവ ഷഹീദ്, അല്ലെങ്കിൽ വളരെയധികം മനസ്സാന്നിധ്യത്തോടുകൂടി കാര്യങ്ങൾക്ക് കാതോർക്കുന്നവർക്കുമെന്നാണ്. അപ്പം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. പല യുവാക്കളും നന്നാവാതിരിക്കാനുള്ളൊരു കാരണം അവർ കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പല മക്കളുടെയും വിഷയത്തിൽ രക്ഷിതാക്കളുടെ പരാതി, ഒരു ക്ലാസ്സും അവൻ കേൾക്കുകയില്ല. ഒരു നല്ല കാര്യങ്ങൾ അവന് കേൾപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അതിന് തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. കേൾക്കുക എന്നുള്ളത് തന്നെയാണ് മാറ്റത്തിനുള്ള ഏറ്റവും വലിയ കാരണം. മാത്രവുമല്ല, നാളെ പരലോകത്ത് നരകത്തിൽ പോവാൻ കാരണമായി തീരുന്നൊരു കാര്യം നല്ലത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ നരകാവകാശികൾ അവർ വിലപിക്കും, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ വിറകുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ലല്ലോ എന്ന കാര്യം അവർ പറയുന്നതായി സൂറത്തുൽ മുൽക്കിൻ്റെ 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മഹാഭൂരിപക്ഷം മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്കുണ്ട് ഹൃദയങ്ങൾ, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ അവർക്കുണ്ട് കണ്ണുകൾ, പക്ഷെ അവർ കാര്യങ്ങളൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്കുണ്ട് കാതുകൾ പക്ഷേ അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാകുന്നു. ബൽഹും അവൽ, അല്ല, ഇവരാണ് അവരെക്കാൾ മോശമായവർ, അഥവാ കന്നുകാലികളെക്കാൾ പിഴച്ചവരാകുന്നു അവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലുമാകുന്നു എന്ന് സൂറത്തുൽ അറാഫിൻ്റെ 179-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലത് കേൾക്കാതിരുന്നാൽ നമ്മൾ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. അതുപോലെ തന്നെ മ്ലേച്ഛത നമ്മൾ കേൾക്കരുത്, ഹറാമായ കാര്യങ്ങൾ കേൾക്കരുത്. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് അതിന് കാതോർക്കുകയും അതൊക്കെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും കാതും കണ്ണും ഖൽബും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിലും ഖൽബിലും കാതിലും എല്ലാ കാര്യങ്ങളിലും പ്രകാശം നിറക്കുമാറാവട്ടെ.